അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗ്. അപ്പോൾ 8051 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ആയിരുന്നു. അപ്പോൾ ബേസിക്കലി നമുക്ക് രണ്ട് ടൈപ്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ഉണ്ട്, പാരലലും ഉണ്ട്, സീരിയലും ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ടിരുന്ന രീതി ഡേറ്റ ട്രാൻസ്ഫറിന്റെ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ. അപ്പോൾ സെൻഡർ റിസീവറിന്റെ ഇടയ്ക്ക് there will be a number of lines. ഇപ്പോൾ നമ്മുടെ കേസിലാണെങ്കിൽ 8 ബിറ്റ് ആണ് നമ്മുടെ മൈക്രോ കൺട്രോളർ. സോ D0 തൊട്ട് D7 വരെയുള്ള 8 ബിറ്റ് ഇത് ആർ ട്രാൻസ്മിറ്റഡ് ഇൻ പാരലൽ. അങ്ങനെയാണ് നമ്മൾ പോർട്സിന്റെ കേസൊക്കെ പഠിച്ചത്, പാരലൽ ട്രാൻസ്മിഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഒരു ഫെസിലിറ്റി നമുക്ക് 8051 ഉണ്ട്. അതായത് സീരിയൽ ആയിട്ട് ഡേറ്റ നമുക്ക് സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പറ്റും. അത് മൈക്രോ കൺട്രോളർ നമുക്ക് PC-യിലേക്ക് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ പറ്റും, അവിടെ നിന്ന് തിരിച്ച് റിസീവ് ചെയ്യാനും പറ്റും. അപ്പം എന്താണ് ഇതിന്റെ ഓരോന്നിന്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്? പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തുള്ള രണ്ട് ഡിവൈസസ് ആണെങ്കിൽ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ ഉപയോഗിക്കാൻ പറ്റും വിത്തൗട്ട് എനി ഡിസ്റ്റോർഷൻ. പക്ഷെ ദൂരം കൂടുന്തോറും സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് എ സെറ്റ് ഓഫ് ലൈൻസ്. അപ്പോൾ കോസ്റ്റ് ഒക്കെ കൂടും. ഇവിടെയാണെങ്കിൽ ഒരൊറ്റ ലൈൻ മാത്രം മതി ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവർ എൻഡ്. അപ്പം നല്ല ദൂരം കൂടുന്ന സ്ഥലത്ത്, അതായത് സെൻഡർ റിസീവറും തമ്മിൽ, രണ്ട് ഡിവൈസസ് തമ്മിൽ നല്ല ദൂരം കൂടുന്ന സമയത്ത് വി ഗോ ഫോർ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ. അപ്പം മൈക്രോ പ്രോസസറിന് ഇല്ലാത്ത ഒരു കേപ്പബിലിറ്റിയാണ് സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ. അവിടെ നമുക്ക് സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ പറ്റത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് 8051 ഇറ്റ് സപ്പോർട്ട്സ് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെൻഡിങ് എൻഡിൽ 8051 ഡേറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ പാരലലും സീരിയൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ അവിടെ ഉണ്ടാവും. തിരിച്ച് റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും? സീരിയൽ ഇൻ പാരലൽ ഔട്ട് ഷിഫ്റ്റ് രജിസ്റ്റർ ഉണ്ടാവും. അത് ശരിക്കും നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മൈക്രോ കൺട്രോളറിൽ തന്നെ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ഇൻബിൽറ്റ് ആയിട്ട് അതിൽ തന്നെ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട് 8051. അപ്പൊ അത് ഈ രണ്ട് രീതിയിൽ ഷിഫ്റ്റ് രജിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്തോളും. അതായത് പാരലൽ സീരിയൽ ഔട്ട്, അതെവിടെ സെൻഡിങ് എൻഡിൽ, റിസീവിംഗ് എൻഡിൽ സീരിയലിൽ പാരലൽ ഔട്ട്. നമുക്ക് പാരലൽ ഡേറ്റ തന്നെ നമുക്ക് മൈക്രോ കൺട്രോളറിന്റെ പ്രോസസ്സിംഗിൽ അവൈലബിൾ ആയിരിക്കും. ആ രീതിയിൽ നമുക്ക് മൈക്രോ കൺട്രോളറിന്റെ അകത്ത് തന്നെ ഇൻബിൽറ്റ്, അതിലെ ഉള്ളിൽ തന്നെ യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ ഉണ്ട്. ഓക്കെ, സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ എടുത്ത രണ്ട് ടൈപ്പ് ഉണ്ട്, സിൻക്രണസും അസിൻക്രണസും. ആ വാക്കിൽ തന്നെ ഉണ്ട്. സിൻക്രണസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് ഒരു സെറ്റ് ഓഫ് ഡേറ്റ, ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ആയിരിക്കും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്നത്. അസിൻക്രണസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ബൈറ്റ്, അതായത് 8 ബിറ്റ് ആയിരിക്കും ഒരു ഒറ്റയടിക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും സിൻക്രണസ് ഒന്നും പഠിക്കാനില്ല. അസിൻക്രണസ് വേർ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് എ സിംഗിൾ ബൈറ്റ് ഓഫ് ഡേറ്റ. അതാണ് നമുക്കിവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പം മനസ്സിലാക്കിയിരിക്കണം സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ രണ്ട് രീതിയിൽ, സിൻക്രണസും അസിൻക്രണസും. നമ്മൾ പഠിക്കാൻ പോകുന്ന അസിൻക്രണസ് വേർ വി ആർ ഗോയിങ് ടു ലേൺ ദ ട്രാൻസ്മിഷൻ ഓർ ദ റിസപ്ഷൻ ഓഫ് എ സിംഗിൾ ബൈറ്റ് ഓഫ് ഡേറ്റ. പിന്നെ ഡേറ്റ ട്രാൻസ്മിഷൻ ഇങ്ങനെ പലതായിട്ട് തിരിക്കാം. ട്രാൻസ്മിറ്റർ റിസീവറും തമ്മിൽ ഒരു ഡയറക്ഷനിൽ മാത്രം ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത സിംപ്ലക്സ് മോഡ് എന്ന് പറയും. ഡ്യൂപ്ലക്സ് മോഡ് തന്നെ രണ്ട് രീതിയിലുണ്ട്. ഡ്യൂപ്ലക്സ് മോഡ് എന്ന് വെച്ചാൽ രണ്ട് സൈഡിലും രണ്ട് ഡയറക്ഷനിലും ഡേറ്റ ട്രാൻസ്ഫർ പോസിബിൾ ആണെങ്കിൽ അതിനെ ഡ്യൂപ്ലക്സ് എന്ന് പറയും. ഡ്യൂപ്ലക്സ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ്. ഹാഫ് ഡ്യൂപ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു ഡയറക്ഷനിൽ മാത്രം ട്രാൻസ്മിഷൻ നടക്കുന്നുള്ളൂ. അതായത് ഇവിടെ ട്രാൻസ്മിറ്ററിൽ നിന്ന് റിസീവറിലേക്ക്, അല്ലെങ്കിൽ ഇപ്പുറത്തെ ട്രാൻസ്മിറ്ററിൽ ഇങ്ങോട്ട് റിസീവറിലേക്ക് അറ്റ് എ ടൈം ഒരു സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളെങ്കിൽ അതിന് ഹാഫ് ഡ്യൂപ്ലക്സ്. പക്ഷെ ഒരേ സമയത്ത് രണ്ട് സൈഡിലോട്ടും അങ്ങോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കുമെങ്കിൽ അതിനെയാണ് ഫുൾ ഡ്യൂപ്ലക്സ് എന്ന് പറയുന്നത്. സിംപ്ലക്സ്, ഡ്യൂപ്ലക്സ് അങ്ങനെ രണ്ട് രീതിയിൽ ഡേറ്റ ട്രാൻസ്മിഷൻ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് സീരിയൽ കമ്മ്യൂണിക്കേഷന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. എന്താണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാരലൽ ഡേറ്റ ട്രാൻസ്ഫർ, സീരിയൽ ഡേറ്റ ട്രാൻസ്ഫർ? സീരിയൽ ഡേറ്റ ട്രാൻസ്ഫറിന് എന്ത് വേണം? ഒരു പാരലൽ ഇൻ സീരിയൽ ഔട്ട് വേണം, പിന്നെ സീരിയൽ ഇൻ പാരലൽ ഔട്ട് വേണം, സെൻഡിങ് റിസീവിംഗ് എൻഡിലായിട്ട്. അത് രണ്ടും നമുക്ക് എങ്ങനെയാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ നമ്മുടെ 8051 ഉണ്ട്, അത് വെച്ച് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. പിന്നെ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷനെ ഇങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. സിംപ്ലക്സ്, ഡ്യൂപ്ലക്സ്, ഡ്യൂപ്ലക്സിനെ തന്നെ ഹാഫ് ഡ്യൂപ്ലക്സ്, ഫുൾ ഡ്യൂപ്ലക്സ് എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് സീരിയൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെൻഡിങ് എൻഡിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്തു, റിസീവിംഗ് എൻഡിൽ നമ്മൾ എന്താണോ ട്രാൻസ്മിറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ട് അത് ഇന്റർപ്രറ്റ് ചെയ്ത് കറക്റ്റ് ഡേറ്റ തന്നെ ആയിരിക്കണം അവർ സ്വീകരിക്കുന്ന ഡേറ്റ കറക്റ്റ് ആയിരിക്കും.
പക്ഷെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കറക്റ്റ് രീതിയിലായിരിക്കണം. അതിനുവേണ്ടി കുറച്ച് റൂൾസ് ഉണ്ട്. അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് റൂൾസ്. എന്തിനു വേണ്ടി? ആര് തമ്മിലുള്ളതാ? ഇറ്റ് ഈസ് സെറ്റ് ഓഫ് റൂൾസ് സെറ്റ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ. സെൻഡറും റിസീവറും എഗ്രി ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസ്. അതിനെയാണ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടി? അത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ സെൻഡ് ചെയ്യാൻ എത്ര ബിറ്റ്സ് വേണം, അതിന്റെ സ്റ്റാർട്ട് ബിറ്റ്സ് എത്ര, സ്റ്റോപ്പ് ബിറ്റ്സ് എത്ര, എവിടെ ഡേറ്റ തുടങ്ങുന്നു, എവിടെ ഡേറ്റ തീരുന്നു, എങ്ങനെയാണ് ആ ഡേറ്റയെ, ആ സീരിയൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങുന്ന കുറെ റൂൾസ്. ഇറ്റ് ഇസ് കോൾഡ് ആസ് ദ പ്രോട്ടോകോൾ. അപ്പൊ നമ്മൾ ഓർത്തിരിക്കുക, നമ്മൾ പഠിക്കാൻ പോകുന്നത് അസിൻക്രണസ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ്. വേർ വി ആർ ഗോയിങ് ടു ട്രാൻസ്മിറ്റ് ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓരോ ബൈറ്റ് വൈസ് ഡേറ്റ ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് ഡേറ്റ ഒന്നും നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. വി ആർ ഗോയിങ് ടു ട്രാൻസ്ഫർ ജസ്റ്റ് സം ക്യാരക്ടേഴ്സ്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് അസിൻക്രണസ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെ നമ്മളൊരു ക്യാരക്ടറിനെ അസിൻക്രണസ് കണ്ടില്ല, അങ്ങനെ ഒരു ക്യാരക്ടറിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പം ആ ക്യാരക്ടറിന് രണ്ട് സൈഡിലായിട്ട് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും വേണം. അങ്ങനെ ഒരു ക്യാരക്ടറിനെ സ്റ്റാർട്ട് ബിറ്റിനും സ്റ്റോപ്പ് ബിറ്റിനും ഇടയ്ക്ക് നിർത്തുന്നതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിമിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ പോകുന്ന ക്യാരക്ടറിന് ഇറ്റ് ഇസ് റെസ്ട്രിക്റ്റഡ് ബിറ്റ്വീൻ എ സ്റ്റാർട്ട് ബിറ്റ് ആൻഡ് എ സ്റ്റോപ്പ് ബിറ്റ്. ഈ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഒരു സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന ബിറ്റ് അത് ശരിക്കും നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ക്യാരക്ടർ അല്ല, അതിന് മുന്നേ ഉള്ളൊരു ബിറ്റ് സ്റ്റാർട്ട് ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ നമ്മുടെ ആ 8 ബിറ്റ് നമ്മുടെ 8 ബിറ്റ് ഡേറ്റ ട്രാൻസ്ഫർ ആണെങ്കിൽ 8 ബിറ്റ് നമ്മുടെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് ബിറ്റ് പോകും. അപ്പൊ ഈ സ്റ്റാർട്ട് ബിറ്റ് ഒരു ബിറ്റേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ സ്റ്റോപ്പ് ബിറ്റ് ഒന്നിൽ കൂടുതൽ ബിറ്റുകളൊക്കെ ഉണ്ടാവാം. നമ്മൾ ഏത് മോഡിൽ വർക്ക് ചെയ്യുന്നു അതനുസരിച്ചിരിക്കും എത്ര ഡേറ്റയാണ് ഒരു ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഏത് മോഡിൽ നമ്മുടെ സീരിയൽ പോർട്സിനെ ഉപയോഗിക്കുന്നു എന്ന് വെച്ചിരിക്കും. അപ്പോൾ മനസ്സിലാക്കിയിരിക്കുക, പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഒരു സെറ്റ് ഓഫ് റൂൾസ്. എന്തിനു വേണ്ടിയാണ്? ഒരു എഗ്രിമെന്റ് ആണ് ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് ദ റിസീവർ. കാരണം ഇങ്ങനെയാണ് ഈ ഡേറ്റ പാക്ക് ചെയ്തിരിക്കുന്നത്, ഇത്ര ബിറ്റ്സ് ആണ് ഒരു ക്യാരക്ടർ. ഈ 8 ബിറ്റാണ് ഒരു ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8ൽ കൂടുതലുള്ളതെല്ലാം സ്റ്റാർട്ടും സ്റ്റോപ്പും ബിറ്റ്സ് ആണ്. കാരണം എന്നാൽ മാത്രമേ ആ ഡേറ്റയെ കറക്റ്റ് ആയിട്ട് റിസീവിംഗ് എൻഡിൽ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ ക്യാരക്ടറിനെയും സ്റ്റാർട്ട് ബിറ്റിന്റെയും സ്റ്റോപ്പ് ബിറ്റിന്റെയും ഇടയ്ക്ക് വെച്ച് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ ഒരു പെർട്ടിക്കുലർ കേസ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്യാരക്ടർ എ എന്നുള്ള ക്യാരക്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എ എന്നുള്ളതിന്റെ 8 ബിറ്റ് ബൈനറി തന്നിട്ടുണ്ട്. എന്താണത്? 0 1 0 0 0 0 0 1. ഈ ഡേറ്റയാണ് നമുക്ക് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടത്തേണ്ടത്. എ എന്നുള്ള ഈ ക്യാരക്ടറിനെ 8 ബിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. നോക്കിയേ, 0 1 0 0 0 0 0 1. അപ്പൊ ഇവിടെ നിന്ന് ഇത്രയാണ് എ എന്നുള്ള ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്ന ബിറ്റ്സ്. D0 തൊട്ട് D7 വരെയുള്ള ബിറ്റ്സ്. പക്ഷെ നമുക്ക് വെറുതെ ആ ഡേറ്റയെ മാത്രം സീരിയൽ ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റത്തില്ല. പിന്നിലൂടെ സീരിയലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം എന്ത് വേണം? നോർമലി ഒരു ഡേറ്റയും ട്രാൻസ്മിഷൻ ഇല്ലെങ്കിൽ മാർക്ക് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടോ, ഹൈ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതിന്റെ ആ പിന്നിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. TXD RXD 2 പിൻസ് ഉണ്ട് മൈക്രോ കൺട്രോളറിൽ. ഇത് ട്രാൻസ്മിഷന്, ഇത് റിസപ്ഷന്. അപ്പൊ ഈ നോർമലി ഈ പിൻ ഹൈ ആയിരിക്കും, മാർക്ക് എന്നുള്ള കണ്ടീഷനിലായിരിക്കും. നമുക്കൊരു ഡേറ്റ വന്നു, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഉടനെ സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ലോ ആവുന്നതാണ് സ്റ്റാർട്ട് ബിറ്റ്. നോർമലി ഹൈ ആയിരിക്കും, സ്റ്റാർട്ട് ബിറ്റ് എന്ന് പറയുന്നത് ലോ ആവും. ഇറ്റ് ഡിനോട്ട്സ് ദ സ്റ്റാർട്ട് ഓഫ് ട്രാൻസ്മിഷൻ, ബിഗിനിങ് ഓഫ് ദ ട്രാൻസ്മിഷൻ. ഇപ്പൊ സ്റ്റാർട്ട് ബിറ്റ് ലോ ആവും, അതായിരിക്കും ആദ്യം പുറത്തു പോകുന്നത്. ആദ്യമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റാർട്ട് ബിറ്റിനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ LSB വരും, പിന്നെ അത് ഓരോ ബിറ്റ് ആയിട്ട് പോകും. നമ്മുടെ ആവശ്യമുള്ള ക്യാരക്ടറിനെ റെപ്രസെന്റ് ചെയ്ത ബിറ്റ്സ് D0 തൊട്ട് D7 വരെയുള്ള ബിറ്റ്സ് പോവും. D7 ബിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റോപ്പ് ബിറ്റ് എന്ന് പറയുന്ന ഹൈ സ്റ്റോപ്പ് ബിറ്റ്. ആ ഒരു ബിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ പെർമനന്റ് ആയിട്ട് ലോ. അതിനാണ് ഈ സ്പേസ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ ലോ ആയിട്ട് പെർമനന്റ് ആയിട്ട് ലോ ആയിട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്.
അപ്പൊ ഈ പെർട്ടിക്കുലർ കേസിൽ ഒരു ക്യാരക്ടറിനെ നമ്മൾ 8 ബിറ്റ് വെച്ചാണ് കാണിച്ചത്. അപ്പൊ ഈ 8 ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇന്നകത്ത് എത്ര ബിറ്റ് വേണം? 10 ബിറ്റ് വേണം. ഈ 8 ബിറ്റ് ഡിനോട്ട്സ് ദ ആക്റ്റീവ് ക്യാരക്ടർ എ, പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഒരു സ്റ്റാർട്ട് ബിറ്റ്, അപ്പുറം ഒരു സ്റ്റോപ്പ് ബിറ്റ്. അപ്പൊ 10 ബിറ്റ്സ് ചേർന്നിട്ടാണ് നമ്മൾ എ എന്നുള്ള ക്യാരക്ടറിനെ ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. പിന്നെ എത്ര റേറ്റിൽ നമ്മൾ ഡേറ്റ ട്രാൻസ്ഫർ നടക്കുന്നു സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ, അതിനെയാണ് ബോഡ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത്ര ബിറ്റ്സ് പെർ സെക്കൻഡ്. എത്ര ബിറ്റ്സിനെ നമ്മൾ ഒരു സെക്കൻഡിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതിനെയാണ് ബോഡ് റേറ്റ്. ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പം റേറ്റ് ഓഫ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, എത്ര റേറ്റിലാണ് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്, അതാണ് ബോഡ് റേറ്റ്. യൂണിറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ്. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും ഒന്നല്ല, ബോഡ് റേറ്റ് ബിറ്റ്സ് പെർ സെക്കൻഡ്. പക്ഷെ നമ്മൾ പഠിക്കാൻ പോകുന്ന വയറിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് രണ്ടും ഒന്നായിട്ട് എടുക്കാം. ബോഡ് റേറ്റും ബിറ്റ്സ് പെർ സെക്കൻഡ് ഒന്നായിട്ട് എടുക്കാം. ശരിക്കും മോഡം ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് രണ്ടും ഒന്നല്ല. പക്ഷെ നമുക്ക് അതിലോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ബോഡ് റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് സീരിയൽ ഡേറ്റ കമ്മ്യൂണിക്കേഷൻ, അതാണ് ബോഡ് റേറ്റ്. അപ്പൊ എപ്പോഴും ബോഡ് റേറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ബോഡ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു പി സിയിലേക്ക് കൊടുക്കാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ പി സിയുടെ ബോഡ് റേറ്റും അതായിട്ട് അത് കോമ്പാറ്റബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ മാച്ച് ചെയ്യണം. എന്നാൽ മാത്രമേ സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. അപ്പൊ രണ്ടിന്റെ ബോഡ് റേറ്റ് മാച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ 8051 മൈക്രോ കൺട്രോളറിന് ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമ്മൾ എങ്ങോട്ടേക്കാണോ ഡേറ്റ സെൻഡ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് ഇവിടുത്തെ ബോഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷന്റെ റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോഡ് റേറ്റ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അതൊരു നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റി ആണ് 8051 മൈക്രോ കൺട്രോളറിന്റെ. ഓക്കെ. പിന്നെ നമ്മൾ ഈ ഇന്റർഫേസ് ചെയ്യാൻ പോകുമ്പോൾ രണ്ട് ഡിവൈസസ് ഇന്റർഫേസ് ചെയ്യാൻ പോവാണ്. 8051 മൈക്രോ കൺട്രോളറിനെ വേറൊരു ഡിവൈസായിട്ട് ഇന്റർഫേസ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, ചുമ്മാ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സീരിയൽ ഇന്റർഫേസിന് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് ആണ് RS-232. RS-232 സ്റ്റാൻഡേർഡ് ആണ് സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഇന്റർഫേസിന് വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് RS-232. പക്ഷേ ഈ RS-232 സ്റ്റാൻഡേർഡ് ഡെവലപ്പ് ചെയ്തപ്പം TTL ഇല്ലായിരുന്നു. TTL ഇല്ലാന്ന് 8051 മൈക്രോ കൺട്രോളറിന്റെ ലോജിക് ഇല്ലായിരുന്നു. അത് കാരണം ആ RS-232 ആയിട്ട് കോമ്പാറ്റബിൾ ആക്കാനായിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? MAX-232 എന്ന് പറയുന്ന ഒരു IC, ഒരു ഡ്രൈവർ IC, ലൈൻ ഡ്രൈവർ എന്ന് പറയും, ഒരു ഡ്രൈവർ IC ഉപയോഗിക്കുന്നു. അതായത് നമ്മൾ 8051 മൈക്രോ കൺട്രോളറിനെ വേറൊരു ഡിവൈസായിട്ട്, സപ്പോസ് നമ്മുടെ PC ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? RS-232 സ്റ്റാൻഡേർഡ് സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷെ RS-232 എന്നുള്ള സ്റ്റാൻഡേർഡ് TTL കോമ്പാറ്റബിൾ അല്ല, 8051 കോമ്പാറ്റബിൾ അല്ല. അത് കാരണം 8051നും നമ്മുടെ RS-232 കണക്ടറിനും ഇടയ്ക്ക്, കണക്ടർ DB25, DB9 എന്നൊക്കെ പറഞ്ഞ കണക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് 8051നും ഈ കണക്ടർ, ഇതാണ് നമ്മുടെ കണക്ടർ DB9, 9 പിന്നുള്ള കണക്ടർ ഇത് സാറ്റിസ്ഫൈങ് RS-232 സ്റ്റാൻഡേർഡ്. അപ്പൊ അതിന്റെ ഇതും കോമ്പാറ്റബിൾ അല്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എന്ത് നമ്മൾ വെക്കുന്നു? MAX-232 എന്ന് പറയുന്ന IC ആണത്. ആ IC കണക്ട് ചെയ്യും. എന്നിട്ട് അതുവഴി ചെയ്യുമ്പോഴത്തേക്ക് രണ്ടിന്റെ വോൾട്ടേജ് ലെവൽസ് കോമ്പാറ്റബിൾ ആയി മാറും, അതായത് മാച്ച് ചെയ്യും. 8051ന്റെയും നമ്മുടെ DB9 കണക്ടർ അല്ലെങ്കിൽ DB25 കണക്ടറിന്റെ ഒക്കെ. അപ്പം ജസ്റ്റ് അറിഞ്ഞിരിക്കാം, MAX-232 എന്ന് പറയുന്നത് ഒരു വോൾട്ടേജ് കൺവേർട്ടർ ആണ്. ആക്ച്വലി രണ്ട് റേഞ്ചിലുള്ള വോൾട്ടേജസ് അത് രണ്ടും ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ MAX-232 എന്ന് പറയുന്ന IC ഉപയോഗിക്കുന്നു. അപ്പം നമ്മളിവിടെ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് RS-232 സീരിയൽ IO ഇന്റർഫേസിംഗ് സ്റ്റാൻഡേർഡ്. സീരിയൽ കമ്മ്യൂണിക്കേഷന് വേണ്ടി സീരിയൽ ഇന്റർഫേസിംഗ് ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആണ് RS-232. അപ്പൊ ഇവിടെ നോക്കിയേ, PCക്ക് നമ്മുടെ കമ്പ്യൂട്ടറിന് പല ടൈപ്പ് ബോഡ് റേറ്റ് പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഏത് ബോഡ് റേറ്റിലാണോ നമ്മുടെ PC വർക്ക് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോ കൺട്രോളറിനെ നമുക്ക് ആ ബോഡ് റേറ്റിലേക്ക് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ അവർ മാച്ച് ചെയ്ത് അവർ പ്രോപ്പറായിട്ട് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ നടക്കത്തുള്ളൂ. അപ്പം ബോഡ് റേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ മാർഗം വേണം. നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ബോഡ് റേറ്റ് എന്ന് വെച്ചാൽ റേറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്മിഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ടൈമർ 1നെ
മോഡ് 2 ഓപ്പറേറ്റ് ചെയ്താണ് നമ്മൾ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൈമർ 1നെ മോഡ് 2 ഓപ്പറേറ്റ് ചെയ്യും. മോഡ് 2 എന്ന് വെച്ചാൽ എന്ത് മോഡാണത്? 8-bit ഓട്ടോ റീലോഡ് മോഡ്. ടൈമർ 1നെ മോഡ് 2 ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഏത് മോഡ്? മോഡ് 2 എന്ന് പറയുമ്പോൾ 8-bit ഓട്ടോ റീലോഡ് മോഡ്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ലൈഡാണ്. എങ്ങനെയാണ് ബോർഡ് റേറ്റ് ഫിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അപ്പൊ നമുക്കൊരു ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഉണ്ട്. അത് ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്കറിയാം 12 ക്ലോക്ക് സൈക്കിൾസ് ആണ് ഒരു മെഷീൻ സൈക്കിൾ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. 12 തുടക്കത്തിൽ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെ ബേസിക് വേർഷൻ്റെ അകത്ത് നമ്മൾ പഠിക്കുന്ന 8051 ബേസിക് വേർഷനിൽ 12 ക്ലോക്ക് സൈക്കിൾസ് ആണ് ഇൻ വൺ മെഷീൻ സൈക്കിൾ. അപ്പൊ മെഷീൻ സൈക്കിളിന്റെ ഫ്രീക്വൻസി എന്തായിരിക്കും? ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എന്താണോ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അത് കറക്റ്റ് അല്ലേ? കാരണം നമുക്കറിയാം 12 ക്ലോക്ക് പൾസസ് ആണ് ഒരു മെഷീൻ സൈക്കിളിനെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി അതിന്റെ ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും ഒരു മെഷീൻ സൈക്കിളിന്റെ ഫ്രീക്വൻസി. അപ്പൊ ആ കിട്ടുന്ന വാല്യൂ ആണ് 921.6 കിലോ ഹെർട്സ്. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്ന 11.0592 മെഗാ ഹെർട്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്ന ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി. ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി അതേ ഡിവൈഡ് ബൈ 12 ചെയ്യുമ്പോൾ 921.6 കിലോ ഹെർട്സ് കിട്ടി. പക്ഷേ നമ്മുടെ ഞാൻ പറഞ്ഞു 8051 മൈക്രോ കൺട്രോളറിന്റെ അകത്ത് ഒരു ഇൻബിൽറ്റ് UART ഉണ്ട്, യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. ഇൻബിൽറ്റ് ആണ് 8051, നമ്മളൊന്നും കണക്ട് ചെയ്യുന്നതല്ല. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടിയല്ലോ 921.6 കിലോ ഹെർട്സ് എന്നുള്ള ഫ്രീക്വൻസിയെ ഡിവൈഡഡ് ബൈ 32 ചെയ്യും. ഡിവൈഡഡ് ബൈ 32 ചെയ്ത് കിട്ടുന്ന ഫ്രീക്വൻസി എത്രയായിരിക്കും? 28,800. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂസ് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി എത്രയാണോ അതേ ഡിവൈഡ് ബൈ 12 ചെയ്യും. നമുക്ക് മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി കിട്ടി 921.6 കിലോ ഹെർട്സ്. എന്നിട്ട് ആ ഫ്രീക്വൻസിയെ ഡിവൈഡഡ് ബൈ 32 ചെയ്യും. അതാരാ ചെയ്യുന്ന? യൂണിവേഴ്സൽ അസിൻക്രണസ് റിസീവർ ട്രാൻസ്മിറ്റർ. അപ്പൊ കിട്ടുന്ന ഫ്രീക്വൻസിയാണ് 28,800. അതാണ് ടൈമർ 1ലേക്ക് കൊടുക്കുന്നത് ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ. ഈ ഫ്രീക്വൻസി ഇതല്ല ബോർഡ് റേറ്റ്. ആ വാല്യൂ 28,800 എന്നുള്ള വാല്യൂ ഉപയോഗിച്ചിട്ടാണ് ടൈമർ 1 ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. മനസ്സിലായോ എങ്ങനെയാണ് 28,800 കിട്ടിയെന്ന്? ഡിവൈഡ് ബൈ 32 ചെയ്യുന്ന വാല്യൂ ആണ് 28,800. ആ വാല്യൂ ഉപയോഗിച്ചിട്ട് ടൈമർ 1 ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യും. എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യൻ വായിച്ചാൽ അത് ക്ലിയർ ആവും. With crystal is equal to 11.0592 megahertz, crystal oscillatorന്റെ ഫ്രീക്വൻസി ആണ് തന്നിരിക്കുന്നത്. Find the TH1 value needed to have the following baud rates. ഈ ബോർഡ് റേറ്റ്സ് ഒക്കെ ആക്കാനായിട്ട് നമുക്ക് എന്ത് TH1 വാല്യൂ? ഞാൻ പറഞ്ഞു ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യുന്നത് ഏത് ടൈമറാണ്? ടൈമർ 1 ആണ്. ഏത് മോഡില്? മോഡ് 2. ഇത് മറന്നു പോകരുത്. ഇതാണ് നമുക്ക് സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ ഏറ്റവും ആവശ്യമുള്ള കാര്യം. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യണം. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സീരിയൽ ഡാറ്റ ട്രാൻസ്മിഷൻ കറക്റ്റ് റേറ്റിൽ നടക്കത്തുള്ളൂ. ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ടൈമർ 1 ആണ് മോഡ് 2. ടൈമർ 1ലേക്ക് പോകുന്ന ഫ്രീക്വൻസി എത്രയാ? 28,800 ഹെർട്സ് ആണ് ടൈമർ 1ലേക്ക് പോകുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട ബോർഡ് റേറ്റ്സ് എന്ന് പറയുന്നത് 9,600, 2,400, 1,200. ഈ ബോർഡ് റേറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ടൈമർ 1 മോഡ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രജിസ്റ്ററിലായിരിക്കും ലോഡ് ചെയ്യുന്നത്? മോഡ് 2 എന്ന് പറയുന്ന 8-bit മോഡാണ്. നമ്മൾ TH1ലേക്കായിരിക്കും നമ്മുടെ കൗണ്ട് ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ ഈ കേസിൽ സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ എന്ത് കൗണ്ട് ആണ് നിങ്ങൾ TH1ലേക്ക് ലോഡ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ ബോർഡ് റേറ്റ്സ് കിട്ടാൻ? ഓർത്തിരിക്കേണ്ടത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ 12 ചെയ്യുമ്പോൾ മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി അതേ ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ ഒരു 28,800 ഹെർട്സ് കിട്ടുന്നു. അതാണ് ടൈമർ 1ലേക്ക് കൊടുക്കുന്ന. ടൈമർ 1 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിന്? സീരിയൽ പോർട്ട് പ്രോഗ്രാമിംഗിൽ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. മോഡ് 2ലാണ് അത് ഉപയോഗിക്കുന്നത്. മോഡ് 2 എന്ന് പറയുന്നത് 8-bit മോഡാണ്. 8-bit മോഡിൽ നമ്മൾ കൗണ്ട് ഏത് രജിസ്റ്ററിലാണ് സ്റ്റോർ ചെയ്യുന്നത്? TH1ൽ.
അപ്പൊ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കറക്റ്റ് കൗണ്ട് TH1ലേക്ക് കൊടുക്കണം. അതെങ്ങനെയാന്ന് നോക്കാം. ഫസ്റ്റ് കേസിൽ നോക്കിയേ, 9600 ആണ് നമുക്ക് വേണ്ട ബോർഡ് റേറ്റ് എ പാർട്ടില്. പക്ഷെ നമുക്ക് ടൈമർ 1ലേക്ക് കൊടുത്തിരിക്കുന്ന ഫ്രീക്വൻസി എത്രയാ? 28,800. ചെയ്യേണ്ടത് 28,800 ഡിവൈഡഡ് ബൈ 9600 ചെയ്യാം. ഇത് സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് ന്യൂമറേറ്ററിലുള്ളത്. 28,800 ഡിവൈഡഡ് ബൈ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ 9600 ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ നമുക്ക് TH1ലേക്ക് ലോഡ് ചെയ്യേണ്ട വാല്യൂ -3. 3 അല്ല, അവിടെ തെറ്റിപ്പോരുത്, 3 അല്ല, -3. -3 ആണ് ലോഡ് ചെയ്യേണ്ടത്. നെഗറ്റീവ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ചൂസ് കോംപ്ലിമെന്റ് എടുത്തിട്ട് FD എന്നും പറയാം. FD എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. അപ്പൊ എങ്ങനെയാണ് ഇത് കിട്ടുന്നത്? 28,800 സ്റ്റാൻഡേർഡ് വാല്യൂ ഡിവൈഡഡ് ബൈ നമുക്ക് എത്ര ബോർഡ് റേറ്റ് ആണ് വേണ്ടത്? 9600 ചെയ്യുമ്പോൾ 3 കിട്ടും. പക്ഷെ 3 അല്ല വാല്യൂ, -3. അപ്പൊ എന്നിട്ട് ആ വാല്യൂ -3യുടെ നെഗറ്റീവ് വാല്യൂ ആണ് അതിന്റെ ചൂസ് കോംപ്ലിമെന്റ് റെപ്രസെന്റേഷൻ FD ആണ് നമ്മൾ ലോഡ് ചെയ്യേണ്ട വാല്യൂ. അടുത്ത് നോക്കാം, ബി പാർട്ട് 2400 ആണ് ബോർഡ് റേറ്റ് എങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 28,800 ഡിവൈഡഡ് ബൈ 2400. അപ്പൊ എത്ര കിട്ടും വാല്യൂ? 12 കിട്ടും. 12. പക്ഷെ 12 അല്ല നമ്മൾ എഴുതേണ്ടത്, -12. -12 എന്ന് വെച്ചാൽ എന്ത് വരും വാല്യൂ? F4 in hexadecimal. അടുത്ത് 1200. 1200 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൗണ്ട് TH1 ലോഡ് ചെയ്യേണ്ട കൗണ്ട് എങ്ങനെയാണ് എടുക്കുന്നത്? 28,800 ഡിവൈഡഡ് ബൈ 1200. അപ്പൊ വാല്യൂ 24 കിട്ടും. പക്ഷെ 24 അല്ല നമ്മുടെ ആൻസർ, -24. അതാണ് ഇവിടെ E8 എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ വാല്യൂസും ഇങ്ങനെ ചെയ്ത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഈ ടേബിൾ അങ്ങ് അറിഞ്ഞിരുന്ന ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പം കോമൺ ആയിട്ട് വരുന്ന ബോർഡ് റേറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 9600, 4800, 2400, 1200. അപ്പൊ ഈ TH1 ഇൻ ഡെസിമലും കൊടുത്തിട്ടുണ്ട്, ഇൻ ഹെക്സും കൊടുത്തിട്ടുണ്ട്. നോക്കിയ ടേബിള്, ആദ്യത്തെ ഈ കോളം എന്ന് പറയുന്നത് ഇൻ ഡെസിമൽ, ആ നെഗറ്റീവ് വാല്യൂസ്, പിന്നെ ഹെക്സാഡെസിമൽ. നെഗറ്റീവ് വാല്യൂസ് നമ്മുടെ ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ ഇൻ ടൂസ് കോംപ്ലിമെന്റ്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 9600 ആണ്. എങ്ങനെ ചെയ്യും? 28,800 ഡിവൈഡ് ബൈ 9600 ചെയ്യുമ്പോൾ 3 വന്നു, ഇവിടെ -3. 4800 ആണ് ബോർഡ് റേറ്റ് എങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? 28,800 ഡിവൈഡഡ് ബൈ 4800. 6 വരും, പക്ഷെ നമ്മളിവിടെ -6 ഇട്ടു, അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ. അപ്പൊ ഇങ്ങനത്തെ വാല്യൂസ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇതിൽ യാതൊരു ചേഞ്ചും വരത്തില്ല. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബോർഡ് റേറ്റ്സ്. അപ്പൊ വരുന്ന TH1 വാല്യൂസ് കോൺസ്റ്റന്റ് ആണ്. കാരണം ബോർഡ് റേറ്റ് എപ്പം 2400 വേണോ കൊടുക്കേണ്ട കൗണ്ട് എന്തായിരിക്കും? 28,800 ഡിവൈഡഡ് ബൈ 2400 ചെയ്യുമ്പോൾ 12 കിട്ടും. -12 തന്നെയാണ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത്. ഫിക്സഡ് വാല്യൂ ആണ്. -12 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ വാല്യൂ F4. ഓക്കെ, അപ്പൊ ഈ ബോക്സ് അതുപോലെ പഠിച്ചു വെച്ചാൽ പെട്ടെന്ന് നമുക്ക് പ്രോഗ്രാം എഴുതാം. അല്ലെങ്കിൽ ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എത്ര ബോർഡ് റേറ്റ് ആണ് വേണ്ടത്? ഇപ്പം 1200 ആണ് ബോർഡ് റേറ്റ് എങ്കിൽ അപ്പൊ ചെയ്ത് നോക്കുക. 28,800 ഡിവൈഡ് ബൈ 1200. അപ്പൊ എന്ത് വാല്യൂ കിട്ടും? 24 കിട്ടും. 24 അല്ല നമ്മുടെ ആൻസർ, -24. അതിന്റെ ഹെക്സാഡെസിമൽ വാല്യൂ നമുക്ക് കിട്ടും. ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ടേബിൾ മനസ്സിലാക്കിയിരിക്കുക. പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ മനസ്സിലായോ അതെങ്ങനെയാണ്? ക്രിസ്റ്റൽ ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 12, മെഷീൻ സൈക്കിൾ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ 32 ചെയ്യുമ്പോൾ നമുക്കൊരു ഫ്രീക്വൻസി കിട്ടും. അതാണ് ടൈമർ 1 മോഡ് 2 ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈമർ 1 കൊടുക്കുന്നത്. എന്തിനു വേണ്ടി? ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി. ക്വസ്റ്റ്യനിൽ ഒരു ബോർഡ് റേറ്റ് തന്നിരിക്കും. ആ ബോർഡ് റേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി TH1 രജിസ്റ്ററിൽ എന്ത് കൗണ്ട് കൊടുക്കണം, അതാണ് നമ്മൾ പഠിച്ചത്. ഇതാണ് നമ്മൾ കൊടുക്കേണ്ട കൗണ്ട്. 9600 തൊട്ട് 4,800, 2,400, 1,200 ഈ ബോർഡ് റേറ്റ്സ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കൗണ്ട് വേണം എവിടെ കൊടുക്കാൻ? TH1 എന്നുള്ള രജിസ്റ്ററിൽ കൊടുക്കാൻ. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് സീരിയൽ ഡേറ്റ ട്രാൻസ്മിഷൻ റിസീവിംഗ് എന്നുള്ളത് പഠിക്കാം. അതിനു മുന്നേ നമുക്ക് ഏതൊക്കെ രജിസ്റ്റേഴ്സ്, വാട്ട് ആർ ദ രജിസ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് സീരിയൽ കമ്മ്യൂണിക്കേഷൻ? മെയിൻ ആയിട്ടുള്ള 2 രജിസ്റ്റേഴ്സ് ഉണ്ട്. സീരിയൽ ബഫർ രജിസ്റ്റർ, അത് കമ്പൽസറി ആയിട്ട് പഠിക്കണം. എല്ലാ ഇപ്പം ലാസ്റ്റ് മോഡ്യൂളിൽ വരുന്ന ടൈമർ ആയാലും സീരിയൽ പോർട്ട് ആണെങ്കിലും ഇന്ററപ്റ്റ് ആണെങ്കിലും ഒക്കെ തന്നെ രജിസ്റ്റേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
ആദ്യത്തെ രജിസ്റ്റർ എന്ന് പറയുന്നത് സീരിയൽ ബഫർ രജിസ്റ്റർ SBUF. രണ്ടാമത്തെന്ന് പറയുന്ന എസ്കോൺ രജിസ്റ്റർ, സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. അപ്പൊ നമ്മളൊരു ബൈറ്റ് നമ്മുടെ TXT ലൈൻ വഴി ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ മൈക്രോ കൺട്രോളറിന്റെ ട്രാൻസ്മിഷൻ ലൈനാണ് TXT എന്ന് പറയുന്നത്. അതുവഴി നമ്മളൊരു ബൈറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നെങ്കിൽ ആദ്യമേ ആ ബൈറ്റിനെ എവിടെ കൊണ്ടുവയ്ക്കും? ഒരു ബഫർ രജിസ്റ്റർ, സീരിയൽ ബഫർ രജിസ്റ്ററിൽ കൊണ്ടുവയ്ക്കും. അവിടെ വെച്ചിട്ട് ആ ബഫർ രജിസ്റ്ററിൽ വരുന്ന ഡേറ്റയിലാണ് ഈ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ആഡ് ചെയ്ത് ഡേറ്റ ഫ്രെയിമിംഗ് ഒക്കെ നടന്നിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏത് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം അത് എവിടെ വരും? ആ 8-bit രജിസ്റ്റർ ആയ സീരിയൽ ബഫർ രജിസ്റ്ററിൽ വരും. സിമിലർലി ഫോർ റിസപ്ഷൻ ഓൾസോ, പുറത്തുനിന്ന് ഒരു ഡേറ്റ റിസീവ് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് അത് ആദ്യം എങ്ങോട്ടേക്കാണ് വരുന്നത്? സീരിയൽ ബഫർ രജിസ്റ്ററിലേക്ക് തന്നെയാണ് വരുന്നത്. അവിടെ നിന്നാണ് നമ്മളത് വേറെ പല സ്ഥലങ്ങളിലേക്കും എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പൊ സീരിയൽ ബഫർ രജിസ്റ്റർ എന്ന് വെച്ചാൽ സീരിയൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതോ റിസീവ് ചെയ്യുന്നതോ ആയ സീരിയൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ഥലമാണ് സീരിയൽ ബഫർ രജിസ്റ്റർ. സീരിയൽ കൺട്രോൾ രജിസ്റ്റർ എസ്കോൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അഗെയിൻ ആൻ 8-bit രജിസ്റ്റർ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബിറ്റ് എങ്ങനെയായിരിക്കും, സ്റ്റോപ്പ് ബിറ്റ് എങ്ങനെയായിരിക്കും, എത്ര ബിറ്റ് ആയിരിക്കും നമ്മുടെ ഡേറ്റ, അങ്ങനെയുള്ള സീരിയൽ ഡേറ്റയുടെ കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള രജിസ്റ്റർ ആണ് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. അതാണ് ഡേറ്റ സ്റ്റാർട്ട് ബിറ്റ് എത്ര എണ്ണം, സ്റ്റോപ്പ് ബിറ്റ് എത്ര എണ്ണം, എത്രയൊക്കെയാണ് ഡേറ്റ ബിറ്റ്സ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനായിട്ടാണ് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ എസ്കോൺ. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള 2 രജിസ്റ്റേഴ്സ് സീരിയൽ ബഫർ രജിസ്റ്ററും സീരിയൽ കൺട്രോൾ രജിസ്റ്ററും. നോക്കി, സീരിയൽ ബഫർ രജിസ്റ്ററിനെയാണ് SBUF എന്ന് എഴുതുന്നത്, സീരിയൽ ബഫർ രജിസ്റ്റർ. അപ്പൊ ഈ സീരിയൽ ബഫർ രജിസ്റ്ററിന് നമുക്ക് സാധാ രജിസ്റ്റേഴ്സ് പോലെ എല്ലാ ഇൻസ്ട്രക്ഷൻസും പോസിബിൾ ആണ്. ഇവിടെ നോക്കിയാൽ 3 എഴുതിയിരിക്കുന്ന മൂവ് SBUF, #D. അപ്പൊ എന്താ സംഭവിക്കുക? SBUF എന്നുള്ള 8-bit രജിസ്റ്ററിലേക്ക് 44H എന്നുള്ള വാല്യൂ ലോഡ് ആവും. എന്താണ് ഈ 44H? D എന്നുള്ളതിന്റെ ASCII വാല്യൂ, ASCII കോഡ്. ഡിയുടെ ASCII കോഡാണ് 44. അപ്പൊ അത് ലോഡ് ആവും എവിടേക്ക്? SBUF എന്നുള്ള രജിസ്റ്ററിലേക്ക്. മൂവ് SBUF, A എന്ന് വെച്ചാൽ അക്യുമുലേറ്ററിലെ വാല്യൂ SBUF-ലേക്ക് ലോഡ് ചെയ്യും. മൂവ് A, SBUF എന്ന് വെച്ചാൽ SBUF-ലെ വാല്യൂ അക്യുമുലേറ്ററിലേക്ക് ലോഡ് ചെയ്യും. ഓക്കെ, SBUF എന്നുള്ള സീരിയൽ ബഫർ രജിസ്റ്റർ, സീരിയൽ ബഫർ രജിസ്റ്റർ. ഇനി അടുത്തത് സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. ഇതാണ്. അപ്പൊ SBUF എന്നുള്ള രജിസ്റ്ററിൽ വേറെ ഒന്നും ആ ബിറ്റ് പൊസിഷൻ ഒന്നും പഠിക്കാനില്ല. അതെന്താണ് ചെയ്യുന്നത്? നമുക്ക് ഏത് ഡേറ്റയാണോ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് അത് ആദ്യമേ ഈ സീരിയൽ ബഫർ രജിസ്റ്ററിൽ കൊണ്ടുവരും. എന്നിട്ടാണ് ആ ഡേറ്റയിൽ ഫ്രെയിമിംഗ് നടക്കുന്നത്. സ്റ്റാർട്ട് ബിറ്റും ഒക്കെ സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ആഡ് ചെയ്തിട്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. തിരിച്ച് റിസപ്ഷന്റെ സമയത്ത് സ്റ്റാർട്ട് ബിറ്റും സ്റ്റോപ്പ് ബിറ്റും ഒക്കെ ഡീഫ്രെയിം ചെയ്ത് അല്ലെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് ആ ശരിക്കുമുള്ള റിസീവ് ചെയ്യുന്ന ഡേറ്റ എങ്ങോട്ടേക്കാണ് വരുന്നത്? സീരിയൽ ബഫർ എന്ന് പറയുന്ന ആ 8-bit രജിസ്റ്ററിലേക്കാണ് വരുന്നത്. അവിടെ നിന്നാണ് വേറെ സേഫ് പൊസിഷൻസിലേക്ക് ആ ഡേറ്റ മാറ്റുന്നത്. ഓക്കെ, അടുത്ത സെക്കൻഡ് രജിസ്റ്റർ അസോസിയേറ്റഡ് വിത്ത് സീരിയൽ പ്രോഗ്രാമിംഗ് ഇസ് ദ എസ്കോൺ രജിസ്റ്റർ, സീരിയൽ കൺട്രോൾ രജിസ്റ്റർ. ഇറ്റ് ഈസ് അഗെയിൻ ആൻ 8-bit രജിസ്റ്റർ. ഇതാണ് നമ്മുടെ എസ്കോൺ രജിസ്റ്റർ. എസ്കോൺ രജിസ്റ്ററിന്റെ D0, D1, D2, D3, D4, D5, D6 and D7 bits of the ESCON register. ഈ D7 ബിറ്റ്സില് SM0, SM1 എന്നുള്ള ബിറ്റ്സ് ആണ് അതിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ തീരുമാനിക്കുന്നത്. സീരിയൽ പോർട്ടിന്റെ മോഡ് ഓഫ് ഓപ്പറേഷൻ തീരുമാനിക്കുന്നത് SM0, SM1 എന്നുള്ള ബിറ്റ്സ് ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് SM0, SM1. അപ്പൊ അതിന് 4 കോമ്പിനേഷൻസ് ഉണ്ട്, 00, 01, 10, 11. നമ്മൾ ഈ ഒരൊറ്റ കോമ്പിനേഷൻ മാത്രമേ പഠിക്കുന്നുള്ളൂ. സീരിയൽ മോഡ് 1 എന്ന് പറയുന്ന ഈ കോമ്പിനേഷൻ. ഈ കോമ്പിനേഷനിലാണ് ഡേറ്റ 8 ബിറ്റും ഒരു സ്റ്റാർട്ട് ബിറ്റും ഒരു സ്റ്റോപ്പ് ബിറ്റും നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ. നമ്മൾ ASCII ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു, സ്റ്റാർട്ട് സ്റ്റോപ്പും ഒക്കെ ചേർത്തിട്ട്. അതുപോലെ വരുന്നതാണ് ഈ SM00യും SM11 വരുന്ന ഈ 01 കോമ്പിനേഷൻ. അതിനെ പറയുന്നത് സീരിയൽ മോഡ് 1. മോഡ് 1ല് അപ്പൊ എത്ര ബിറ്റ് ആയിരിക്കും ഡേറ്റ? 8-bit ഡേറ്റ, ഒരു സ്റ്റോപ്പ് ബിറ്റ്, ഒരു സ്റ്റാർട്ട് ബിറ്റ്. അപ്പൊ 8 ബിറ്റ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എത്ര ബിറ്റ് വേണം? 10 ബിറ്റ് വേണം. ഈ മോഡ് ഉപയോഗിക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഈ മോഡ് എന്ന് പറയുന്നത് പ്രോഗ്രാമബിൾ ബോഡ് റേറ്റ് ഉള്ള മോഡാണ്.
ഈ മോഡിൽ നമുക്ക് ബോർഡ് റേറ്റ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ കാണിച്ചു തന്നില്ലേ എങ്ങനെയാണ് ബോർഡ് റേറ്റ് മാറ്റുന്നതെന്ന്. TH1 കറക്റ്റ് കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോർഡ് റേറ്റ് നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഈ മോഡ് സീരിയൽ മോഡ് 1 ഇറ്റ് സപ്പോർട്ട്സ് വേരിയബിൾ ബോർഡ് റേറ്റ്. അപ്പൊ നമ്മൾ ഇനി ഉടനീളം നമ്മൾ ഏത് മോഡേ പഠിക്കുള്ളൂ, മോഡ് 1 ആണ് പഠിക്കുന്നത്. അപ്പൊ SM0യും SM1ഉം സീരിയൽ മോഡ് ഡിസൈഡ് ചെയ്യാനായിട്ടാണുള്ള ബിറ്റ്സ് ആണ് SM0 SM1. അത് നമുക്ക് പെർമനന്റ് ആയിട്ട് നമ്മൾ എങ്ങനെ തന്നെ വെച്ചിരിക്കും, 0 1 എന്ന് തന്നെ വെച്ചിരിക്കും. SM2 എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എന്ത് തന്നെ വെക്കും, അത് 0 തന്നെ വെക്കും. പിന്നെ അടുത്തെന്ന് പറയുന്നത് റിസീവ് എനേബിൾ, REN എന്ന് പറഞ്ഞാൽ റിസീവ് എനേബിൾ. അത് 1 ആക്കി വെക്കണം. 0 ആക്കി വെക്കാന്ന് വെച്ചാൽ 1 ആക്കി വെക്കാന്ന് വെച്ചാൽ റിസപ്ഷൻ എനേബിൾ ചെയ്തിരിക്കുകയാണ്. ഡേറ്റ റിസീവ് ചെയ്യാൻ ഉണ്ടോ ഇല്ലയോ ഇറ്റ് ഡസന്റ് മാറ്റർ. അത് 1 ആക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു ഡേറ്റ വന്നാൽ അതിനെ റിസീവ് ചെയ്യാൻ പറ്റും. പക്ഷെ 0 ആണെങ്കിൽ, ഇപ്പൊ നിങ്ങൾ ട്രാൻസ്മിറ്റ് മാത്രമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് 0 ആക്കിയാൽ പിന്നൊരു ഡേറ്റ വന്ന് അത് റിസീവ് ചെയ്യത്തില്ല. അപ്പൊ സേഫ് സൈഡ് എങ്ങനെയാണ്, REN എന്നുള്ള ബിറ്റ് 1 ആക്കി വെക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ TB8 RB8 എന്ന് പറയുന്നത് അത് നമ്മൾ ഉപയോഗിക്കുന്നില്ല. മോഡ് 2ലും 3ലും ഒക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ നമ്മൾ ഏത് മോഡ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ, 0 1 എന്ന് പറയുന്ന മോഡ് 1 മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അത് രണ്ടും 0 0. പിന്നെ ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ബിറ്റ്സ് ആണ്. ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ബിറ്റും ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് ഫ്ലാഗും, റിസീവ് ഇന്ററപ്റ്റ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ്, അതാണ് TI എന്ന് പറയുന്നത്. ഇത് റിസീവ് ഇന്ററപ്റ്റ്, അതായത് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബൈറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു സ്റ്റാർട്ട് ബിറ്റ് ഉണ്ട്, പിന്നെ 8 ബിറ്റ് ഡേറ്റയുണ്ട്, ലാസ്റ്റ് ഒരു സ്റ്റോപ്പ് ബിറ്റ് ഉണ്ട്. അപ്പൊ ഈ സ്റ്റോപ്പ് ബിറ്റിന്റെ ഏകദേശം പകുതി അല്ലെങ്കിൽ തുടക്കത്തിൽ വെച്ച് തന്നെ എന്ത് പറ്റും, TI എന്നുള്ള ബിറ്റ് അങ്ങ് ഹൈ ആവും. അപ്പൊ നമ്മൾ ഏതൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് തുടങ്ങുമ്പോഴും ആദ്യം അത് എന്തായിരിക്കണം, ലോ ആയിരിക്കണം. അപ്പൊ ആ ഒരു ഡേറ്റ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഫുള്ള് ട്രാൻസ്മിറ്റ് ചെയ്ത് സ്റ്റോപ്പ് ബിറ്റ് ആവുന്ന ഉടനെ TI എന്നുള്ള ബിറ്റ് ഹൈ ആവും. എന്തിനാണ് അത് ഹൈ ആവുന്നത്, അത് കാണിക്കുന്നത് അതൊരു ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് ആ ബിറ്റ് ഹൈ ആകുന്നത് കൊണ്ട് കാണിക്കുന്നത്. ഇപ്പൊ അത് അങ്ങനെ ഹൈ ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യാവുള്ളൂ. അതായത് SBUF-ലേക്ക് നമ്മളൊരു ഡേറ്റ കൊണ്ടുവന്നു, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും, TI എന്നുള്ള ബിറ്റ് ട്രാൻസ്മിറ്റ് ഇന്ററപ്റ്റ് എന്നുള്ള ബിറ്റ് ലോ ആയിരിക്കും, 0 ആയിരിക്കും. എപ്പോഴാണോ സ്റ്റോപ്പ് ബിറ്റ് ആകുന്നത് അല്ലെങ്കിൽ ആ ട്രാൻസ്മിഷൻ കഴിയുന്നത്, അന്നേരം TI ഹൈ ആവും. TI ഹൈ നമ്മളൊന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഹാർഡ്വെയർ തന്നെ TI എന്നുള്ള ബിറ്റ് ഹൈ ആക്കും. അപ്പൊ എന്താ പറയുന്നത്, SBUF-ന് ഫ്രീ ആണ്, നിങ്ങൾക്ക് അടുത്ത ഡേറ്റ SBUF-ലേക്ക് കൊണ്ടുവയ്ക്കാം. അതിനു മുന്നേ നമ്മൾ കൊണ്ടുവച്ചാൽ എന്ത് സംഭവിക്കും, TI എന്നുള്ള ബിറ്റ് ഹൈ ആകുന്നതിന് മുന്നേ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡേറ്റ ട്രാൻസ്മിഷനിലൂടെ അടുത്ത ഡേറ്റയും കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും, ഫുൾ കൺഫ്യൂഷനും തെറ്റുമായി പോകും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ TI എന്നുള്ള ബിറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴാണോ സ്റ്റോപ്പ് ബിറ്റ് വരുന്നത് അല്ലെങ്കിൽ ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ കഴിയാറാകുന്ന അല്ലെങ്കിൽ കഴിയുന്നത്, അന്നേരം മാത്രമേ TI ഹൈ ആവത്തുള്ളൂ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, ഒരു ഡേറ്റ ട്രാൻസ്മിഷൻ കഴിഞ്ഞു, ഇനി അടുത്ത ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അത് റെഡിയാണ്, അതാണ് അത് പറയുന്നത്. RI എന്ന് വെച്ചാൽ റിസീവ് ഇന്ററപ്റ്റ് ബിറ്റ് അല്ലെങ്കിൽ റിസീവ് ഇന്ററപ്റ്റ് ഫ്ലാഗ് എന്ന് പറയും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡേറ്റ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആദ്യത്തെ ബിറ്റ് സ്റ്റാർട്ട് ആയിരിക്കും, പിന്നെ നമ്മുടെ ഡേറ്റ, പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് ബിറ്റ് വരുമല്ലോ. സ്റ്റോപ്പ് ബിറ്റിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ പകുതി വെച്ച് റിസീവ് ഇന്ററപ്റ്റ് എന്ന് പറയുന്ന ആ ബിറ്റ് ഹൈ ആവും. നേരത്തെ പോലെ TI പോലെ തന്നെയാണ് RIയും, അത് ഹൈ ആവും. അതെന്താണ് കാണിക്കുന്നത്, അത് ഹൈ ആകുക എന്ന് വെച്ചാൽ ഒരു വാല്യൂ നമ്മൾ എടുത്തു, ആ റിസപ്ഷൻ കഴിഞ്ഞു. റിസപ്ഷൻ കഴിയുമ്പോൾ അതിനെ ഡീഫ്രെയിം ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും, SBUF-ന്. ഈ RI ഹൈ ആവുന്നത് തന്നെ ഹാർഡ്വെയർ തന്നെ ചെയ്യുന്നതാണ്, നമ്മളൊന്നും ചെയ്യുന്നില്ല. RI ഹൈ ആവുന്നു. RI ഹൈ ആവുന്ന വെച്ചാൽ ഒരു ഡേറ്റ നമ്മൾ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ നമ്മൾ റിസീവ് ചെയ്ത് കഴിഞ്ഞു, അതിനെ ഡീഫ്രെയിം ചെയ്ത് SBUF എന്നുള്ള രജിസ്റ്ററിൽ, സീരിയൽ ബഫർ രജിസ്റ്ററിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിനെ എങ്ങോട്ടേക്കെങ്കിലും സേഫ് ആയിട്ടുള്ള പൊസിഷനിലേക്ക് മൂവ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്തു കൊടുക്കൂ, RIയെ ലോ ആക്കി കൊടുക്കൂ. RIയെ ലോ ആക്കുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ വെച്ചിട്ടാണ് ലോ ആക്കുന്നത്. നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് RIയെ ലോ ആക്കുന്നത്.
RA ഹൈ ആയിട്ട് തന്നെ ഇരുന്നു കഴിഞ്ഞാൽ അടുത്ത ഡേറ്റ ഇതിന് റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് കുറച്ചു നേരം അങ്ങനെ വേണം. എന്തിനു വേണ്ടിയാ? ആ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബിറ്റ്സിനെയൊക്കെ റിമൂവ് ചെയ്ത് എസ് ബഫിലേക്ക് കൊണ്ടുവന്ന് എസ് ബഫിൽ നിന്ന് വേറെ എവിടേക്കെങ്കിലും മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഇടയ്ക്ക് അടുത്ത ഡേറ്റ റിസീവ് ചെയ്ത് എന്ത് പറ്റും? പ്രീവിയസ് ഡേറ്റ ഓൾറെഡി ആ എസ് ബഫിന് എടുത്ത് മാറ്റിയിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ഡേറ്റ ഇതിനെ ഓവർ റൈറ്റ് ചെയ്ത് പോകും. അപ്പൊ അത് സംഭവിക്കരുത്. കറക്റ്റ് ആയിട്ട് നമുക്ക് റിസീവ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മാറ്റണം. അങ്ങനെ മാറ്റാൻ സഹായിക്കുന്നതാണ് RI എന്നുള്ള ബിറ്റ്, റിസീവ് ഇന്ററപ്റ്റ് ബിറ്റ്. എപ്പം ഒരു ഡേറ്റ റിസപ്ഷൻ കഴിയാറാകുന്നോ അന്നേരം ഹാർഡ്വെയർ തന്നെ, മൈക്രോ കൺട്രോളർ തന്നെ RI അങ്ങ് ഹൈ ആക്കിക്കോളും. അപ്പൊ പിന്നെ അത് എപ്പോൾ ലോ ആകുന്നോ അപ്പൊ മാത്രമേ അടുത്ത ഡേറ്റ റിസപ്ഷൻ നടക്കത്തുള്ളൂ. ഹൈ ആകുക എന്ന് വെച്ചാൽ ഒരു ഡേറ്റ റിസീവ് ചെയ്തു, എസ് ബഫിലുണ്ട്, അത് ചിലപ്പോൾ ഇങ്ങോട്ടേക്കെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ട് RI ലോ ആക്കണം. TIയും ലോ അല്ലെങ്കിൽ ക്ലിയർ ആക്കുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ അത് TA ആദ്യം സെറ്റ് ആവുന്ന അല്ലെങ്കിൽ RI ആദ്യം സെറ്റ് ആവുന്നത് ഹാർഡ്വെയർ തന്നെയാണ്. എപ്പം ട്രാൻസ്മിഷൻ കഴിഞ്ഞോ TI അങ്ങ് സെറ്റ് ആവും, എപ്പോൾ റിസപ്ഷൻ കഴിഞ്ഞോ RI അങ്ങ് സെറ്റ് ആവും. ഇതിന് രണ്ടിനെയും ക്ലിയർ ചെയ്യണം. അടുത്ത ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് TIയെ ക്ലിയർ ചെയ്യണം, അടുത്ത ഡേറ്റ റിസീവ് ചെയ്യണമെങ്കിൽ RIയെ ക്ലിയർ ചെയ്യണം. ഈ രണ്ട് ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, ഇതാണ് നമ്മുടെ എസ്കോൺ രജിസ്റ്റർ. അപ്പൊ ഇതിൽ മെയിൻ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് SM0 SM1 സീരിയൽ മോഡ് സെറ്റ് ചെയ്യാനായിട്ട്, പിന്നെ റിസീവ് എനേബിൾ അതാണ് REN എന്ന് പറയുന്നത്, പിന്നെ TI RI. ഇത്രയും ബിറ്റുകളാണ് ശരിക്കും പറഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ എസ്കോൺ രജിസ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിറ്റുകൾ. SM2 നമ്മൾ ഉപയോഗിക്കുന്നില്ല, CB8 RB8 നമ്മൾ ഉപയോഗിക്കുന്നില്ല. കാരണം നമ്മൾ ഏത് മോഡ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ? മോഡ് 1 മാത്രം. മോഡ് 1ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 8 ബിറ്റ് ഡേറ്റ, ഇപ്പുറത്തൊരു സ്റ്റാർട്ട് ബിറ്റ്, അപ്പുറത്തൊരു സ്റ്റോപ്പ് ബിറ്റ്, മൊത്തത്തിൽ 10 ബിറ്റാണ് ഒരു 8 ബിറ്റ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ.